ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റൈസ് കുക്കറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ടിപ്സൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ റൈസ് കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് നല്ല വേവുള്ള അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ വെന്ത് കിട്ടാൻ. അതായത് അപ്പോൾ അങ്ങനത്തെ വേവുള്ള അരിയൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതിനായിട്ട് കുറച്ച് അരി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. അതായത് നമ്മൾ ആദ്യം വെള്ളം ഒന്ന് വെക്കുമല്ലോ ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അരി ഒന്ന് ജസ്റ്റ് കുതിർന്ന് കിട്ടും. ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ ആ വെള്ളം ഒന്ന് തിളക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ അത്രയും സമയം ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ, നല്ല വേവുള്ള അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ റൈസ് കുക്കർ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്ന സമയത്തും ഇതിങ്ങനെ കഴുകേണ്ട ആവശ്യമല്ല. ചിലരൊക്കെ ഇതെന്നും കഴുകി അങ്ങനെ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റൈസ് കുക്കർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ചൂടൊന്നും നിൽക്കാതെ ഒക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ ഒരിക്കലും റൈസ് കുക്കർ കഴുകരുത്. പ്രത്യേകിച്ച് സോപ്പിട്ടൊന്നും കഴുകരുത്. വീക്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഇത് കഴുകിയാൽ മതിയാവും. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ഒന്നും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളിതിലേക്ക് ചോറ് ഇറക്കി വെച്ചാൽ പോലും ഇതിൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ജസ്റ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ള കോട്ടൻ്റെ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചാൽ മതിയാവും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തുടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് തുരുമ്പ് പോലെയൊക്കെ വന്നിട്ട് പാത്രം ഈ ഒരു റൈസ് കുക്കർ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നല്ലോണം ഇതുപോലെ ഡ്രൈ ആയ ഒരു തുണി വെച്ചിട്ട് എന്നും നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗം കഴിയുന്ന സമയത്ത് രാത്രി ഇതുപോലെ തുടച്ചിട്ട് വെക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ റൈസ് കുക്കർ കുറേ കാലം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ബിസ്മിയുടെ റൈസ് കുക്കറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കുറേ കാലമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ എന്നും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു അടപ്പും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് തുടക്കണം. പാത്രത്തിൻ്റെ ഉൾവശം എല്ലാ ഭാഗവും ഒരുപോലെ തുടച്ചിട്ട് വേണം എടുത്തു വെക്കാൻ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അത് ശരിക്കും ഒരു മണ്ടത്തരാണെന്നാണ് പറയുക. കാരണം നമ്മൾ റൈസ് കുക്കർ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ അടുത്ത് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കും ഈ ഒരു പോട്ട്, അതായത് ചോറ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇതിന് ചൂടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ റൈസ് കുക്കർ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. നമ്മൾ ഓരോ പ്രാവശ്യവും ഇതിനായിട്ടൊരു സ്ഥലം, നമ്മൾ നിശ്ചിത സ്ഥലം കണക്കാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കൊണ്ടുവെക്കുക. അതല്ലാതെ അതുപോലെ തന്നെ നമ്മൾ റൈസ് കുക്കർ വെക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു കോട്ടൻ്റെ ടവലോ അല്ലെങ്കിൽ തുണി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് വരകളൊക്കെ വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മളൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു വട്ട് ഉണ്ടാവാറുണ്ട്, ഒരു റിങ് പോലെയൊക്കെ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. കാരണം ഇത് നമ്മൾ കഴുകുകയാണെങ്കിലോ ഒക്കെ ഇത് കളയാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കഴുകി വെച്ച് അവരത് എടുത്തു പോയാൽ പോലും പിന്നെ അതിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടില്ല. കാരണം ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ റൈസൊക്കെ വെന്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് വെന്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, കളയാതെ സൂക്ഷിക്കുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കാലമൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ കലത്തിൻ്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ദൂരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ചോറ് നമ്മൾ തിളപ്പിച്ച്, അതായത് ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് കലത്തിൽ നിറയെ വെള്ളം ഒഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ചോറ് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ അരിയിട്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ തിളച്ച് കുറച്ചായിട്ട് വറ്റി പോകാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് മാത്രം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ചോറ് നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരു പശപ്പായിട്ടൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ കിട്ടും. ഇപ്പോൾ നമ്മളിതാ കുറച്ച് നേരം കഴിഞ്ഞു ഇത് നോക്കുന്ന സമയത്ത് ഇതിന് നല്ല രീതിയിൽ വെള്ളമുണ്ട്. വെള്ളം അത്രയ്ക്ക് അങ്ങ് വറ്റിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഊറ്റിയാൽ മാത്രം മതി.
ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കഞ്ഞിവെള്ളവും അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള രീതിയിൽ തന്നെ ഉണ്ടാവും. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ഊറ്റിയെടുത്തു. ഈ ഒരു ചോറ് നമ്മൾ സാധാരണ അടുപ്പിൽ വെക്കുന്ന ഒരു ചോറിൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വേവുള്ള ഒരു അരിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടോ, ഒന്ന് ഒട്ടി പിടിക്കുക അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് സ്റ്റൗവിൽ എന്താ പറയുക, ഗ്യാസും ലാഭിക്കാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഞാൻ ഇതുപോലെ ഡയറക്റ്റ് ഒരു കൊട്ടയിലേക്ക് അങ്ങ് ഊറ്റിയെടുക്കാറാണ് ചെയ്യാറ്. ഇനി 6ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ രാത്രിക്കത്തേക്കുള്ള ചോറ് ഇതുപോലെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വലിച്ചെടുക്കുക. അതായത് അടിവശത്തായിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ രാത്രി ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും രാത്രി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആക്കാതെ നമ്മൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ വലിച്ചെടുത്തതിന് ശേഷം ഇറക്കി വെക്കുക. അപ്പോൾ രാത്രി എടുക്കുമ്പോൾ നല്ല ചൂടുള്ള ചോറ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പാത്രത്തിൻ്റെ ഉൾവശത്തിലുള്ള വെള്ളവും അടുപ്പിൻ്റെ ഉൾവശത്തുള്ള വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇറക്കി വെച്ച് അടച്ചു വെച്ചാൽ രാത്രി എടുക്കുമ്പോൾ നല്ല ചൂടുള്ള ചോറ് നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റ് ടിപ്പാണ്, നമ്മളെ 7ാമത്തെ ടിപ്പാണ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. നമ്മൾ ദോശക്കൊക്കെ മാവ് ഉണ്ടാക്കി എടുക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ചും മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആവുന്ന സമയത്തൊക്കെ പൊങ്ങി വരാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു റൈസ് കുക്കറിൽ രാത്രി ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊന്തി കിട്ടും. നല്ല രീതിയിൽ നമുക്ക് മാവ് പൊന്തി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മെൽറ്റ് ആവാതെ സൂക്ഷിക്കാനും ഈ ഒരു പാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ രാവിലെ റൈസ് കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട് നമ്മുടെ ദോശമാവ്. അപ്പോൾ ഇതുപോലെ ദോശമാവ് പൊന്തി കിട്ടാനൊക്കെ നമുക്ക് ഈ ഒരു റൈസ് കുക്കർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ടിപ്സൊക്കെ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. പിന്നെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുറേ വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.